മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷ ഉണർവും ഉണ്ടാവും. ബാക്കിയുള്ള എക്സസൈസുകളേക്കാൾ കൂടുതൽ യോഗ, സ്ട്രെച്ചിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതിനെ കൊണ്ട് ശരീരവും മനസ്സും എന്നൊരു ഊർജ്ജസ്വലനായിട്ട് നിൽക്കാൻ കഴിയും. ഞാനിപ്പോൾ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം എൻ്റെ വിരുദുകൾക്ക് ശേഷം ഒരു 10-15 മിനിറ്റ് എക്സസൈസുകൾ, സൂര്യ നമസ്കാരം പോലത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ 6:30 ക്ലാസ്സിലേക്ക് എത്തുന്നത്. അതേപോലെ വൈകുന്നേര സമയത്തും പ്രാക്ടീസുണ്ട്. കളരിയും യോഗയും ഒത്തുകൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത് രണ്ടും പാരമ്പര്യമായിട്ട് നമ്മളിലേക്ക് എത്തപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ നാഷണൽ യോഗ ഡേ ഒക്കെ നടത്തുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഒരുപാട് പബ്ലിസിറ്റിയും ജനങ്ങൾക്കൊക്കെ ഒരു ആകർഷണം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു യോഗക്കും കളരിക്കൊക്കെ വലിയൊരു മുന്നേറ്റം തന്നെ നമ്മളെ ഇന്ത്യയിലും മറ്റുള്ള എല്ലാ അന്താരാഷ്ട്ര തലങ്ങളിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു വിജയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പശ്ചിമോത്താസന, അതാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നത്. കാല് രണ്ടും നിർത്തി വെച്ചിട്ട് നമ്മൾ കൈ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുന്നതാണ് പശ്ചിമോത്താസന. അത് നമ്മൾ തുടങ്ങി മേലേക്ക് പോയി ഓരോ യോഗാസനങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ കൂർമാസന, അതേപോലെ ഗരുഡാസന, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. എന്നാൽ അതിന് ഒരുപാട് നമ്മളെ ശരീരത്തിനത് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി നമുക്ക് കൊണ്ടുവരാൻ അതുകൊണ്ട് സാധിക്കുന്നു. ഇപ്പോൾ മുതൽ തന്നെ കളരി, കരാത്തെ, കുൻഫു എല്ലാ മാർഷൽ ആർട്സും പരിശീലിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസ അധ്യാപകനാണ്. അത് അധ്യാപനത്തോടൊപ്പം തന്നെ പുള്ളി കളരിയും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഇപ്പോൾ പന്തിപ്പോയിൽ സ്വന്തമായിട്ടൊരു കളരി നമ്മുടെ കടത്തനാട് ചേവർ കളരി സംഘത്തിൻ്റെ കീഴിൽ തുടങ്ങാൻ പുള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരിയേറെ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എൻ്റെ പേര് മുനീർ യമാനി. 2016 കുറ്റിക്കാട്ടൂർ ജാമിയ യമാനിയിൽ നിന്ന് ബിരുദെടുത്ത് മുത്തവ്വൽ സെക്കൻഡ് റാങ്കോടുകൂടെ പാസ്സായതാണ്. ഇപ്പോൾ പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പള്ളി ഉണ്ടേനും ദർസുണ്ട്. വലിയ ഉഷാറായിട്ട് പോകുന്നു. കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് നടക്കും. മുബാറക്ക് മാഷെന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ കരാത്തെ, കുംഫു, കളരി ഇതേപോലെ തന്നെ ഞാൻ പൂവാട്ടുറമ്പ് സ്വതന്ത്ര കളരിയുണ്ട്. അവിടെയും പോയി ഒരു 3 വർഷം. മൊയ്തീൻ ഗുരുക്കൾ, സേർക്ക, ബാവക്ക, ഇവരൊക്കെയാണ് സ്വതന്ത്ര കളരിയിലുള്ള എൻ്റെ ഗുരുക്കന്മാർ. ഇവിടെ സത്യം ഗുരുക്കൾ, ജെയിൻ മാത്യു, ഷനു ഭട്ടൻ, എല്ലാവരും ഏറ്റവും നല്ല കൂടി മിങ്കിളായി നിന്ന് പഠിക്കാൻ പറ്റിയൊരു സംഭവമാണ് കളരിയായാലും യോഗയായാലും. എല്ലാ ചാമ്പ്യൻഷിപ്പിന് പോകുന്ന സമയത്ത് കൊടുവള്ളിയുള്ള ഉസ്താദ്മാർ എന്നെ പോലെ തന്നെ വെള്ളയൊക്കെ ഇട്ടിട്ട് മത്സരത്തിന് വരുന്ന ഉസ്താദ്മാരാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മത്സരത്തിന് പോകുന്ന കാലത്ത് പോലുണ്ട്. കൊടുവള്ളി ഒരു കുട്ടിക്കുരുക്കളെ ശിഷ്യന്മാരാണ്. പൂനൂരോ ഒരു കളരിയുണ്ട്.